ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ, പച്ചമുന്തിരി കൊണ്ട് നല്ല അടിപൊളി ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ഓറഞ്ച്, ആപ്പിള്, കാപ്പി മുന്തിരി അങ്ങനെ എല്ലാ സാധനങ്ങൾ കൊണ്ടും ജാം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാകും. പക്ഷേ പച്ചമുന്തിരി കൊണ്ട് ജാം ഉണ്ടാക്കുന്നത് വളരെ കുറവായിരിക്കും കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതാ ഇന്ന് പച്ചമുന്തിരി കൊണ്ടാണ് ജാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ജാം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അങ്ങനെ മുന്തിരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടാണ്ട് ഒരു ജ്യൂസ് പരുവത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, മുന്തിരി ജ്യൂസ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുന്തിരി അടിച്ചെടുക്കുമ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ. ഇതിൽ ഞാൻ ഒരു ഗ്ലാസ് പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ജാം ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം ഫ്രൂട്ട്സൊക്കെ അടിച്ചെടുക്കാൻ. അപ്പോൾ ഈ അടിച്ചെടുത്ത മുന്തിരി ഇനി ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി നല്ല രീതിയിൽ അരിച്ചെടുക്കണം. അങ്ങനെ മുന്തിരി ജ്യൂസ് അരിപ്പ എടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാം ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ജ്യൂസ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് കറുകപ്പട്ടയുടെ ഒരു പീസ്, ഈ ഒരു വലിപ്പമുള്ള കറുകപ്പട്ടയുടെ ഒരു പീസ് ഇട്ട് കൊടുക്കണം. ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ് കറുകപ്പട്ടയുടെ പീസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മൾ എത്ര കിലോ മുന്തിരിയാണ് എടുക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ നീര്, ഒരു അരക്കഷ്ണം നാരങ്ങ നീരൊക്കെ മതി കേട്ടോ. നാരങ്ങ പിഴിഞ്ഞപ്പോൾ നാരങ്ങയുടെ കുരു ചാടിയിട്ടുണ്ട്. ആ കുരു എടുത്ത് ഒഴിവാക്കുകയാണ്.
ഗ്യാസ് സ്റ്റവിലും ഒന്നും വെച്ച് അല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ജാം ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഏകദേശം ഇപ്പോൾ ഒരു ജാമിൻ്റെ രൂപത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഇട്ട് കൊടുത്ത ആ കറുകപ്പട്ട അത് ഒഴിവാക്കാം കേട്ടോ. മുന്തിരിയുടെ കളർ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്, കണ്ടില്ലേ? പച്ചമുന്തിരിയുടെ ജാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരിവൊക്കെ ആവുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഇതൊരു 1-2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ജാമിൻ്റെ അതേ ഒരു പരുവായി മാറിയിട്ടുണ്ടാവും. പച്ചമുന്തിരി ഇപ്പോൾ ഏകദേശം ഒരു ശർക്കരയുടെ കളറിലോട്ടൊക്കെ മാറി വന്നിട്ടുണ്ട് ജാമായപ്പോൾ. അപ്പോൾ എന്തായാലും അടുപ്പത്ത് നിന്ന് ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ.